സിനിമാ മേഖലയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അമ്മ എന്ന സംഘടന, പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചിരുന്ന സംഘടന. ആ സംഘടനയുടെ ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചു പോകേണ്ട സാഹചര്യമുണ്ടായി. അതിൽ എതിരഭിപ്രായമുള്ളവരുണ്ട്. ഇങ്ങനെയാണോ അമ്മയുടെ നേതൃത്വം ഒന്നാകെ മാറി നിൽക്കേണ്ടത് എന്ന സംശയമുയർന്നു. നിരവധി ആരോപണങ്ങൾ സിനിമാ താരങ്ങൾക്ക്, പ്രഗത്ഭ താരങ്ങൾക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം സിനിമാ താരം ബിജു പപ്പൻ ചേരുകയാണ്. അമ്മയുടെ ഭാരവാഹികളുടെ സുപ്രഭാതത്തിൽ എല്ലാവരും അങ്ങനെയാണോ? അമ്മയുടെ ഭാരവാഹികള് ഒന്നിച്ച് രാജിവെച്ചതിന് എതിരെ അഭിപ്രായമുണ്ട്. നല്ലതെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ അകത്തുള്ള നേതൃത്വ നിര ഒന്നിച്ചിറങ്ങിപ്പോകുമ്പോൾ ഈ സംഘടനയ്ക്ക് ഒരു പരാജയം സംഭവിച്ചത് എന്നുള്ളൊരു ഫീൽ ആളുകളിടയിൽ വരും. ലാലേട്ടനും മമ്മൂക്കയെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും അവര് വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് വർഷങ്ങളായി ഈ സംഘടനയെ നിലനിർത്തുന്നത്. ഇന്നസെന്റ് ഏട്ടന്റെ മരണത്തിന് ശേഷം ഇവർ രണ്ടുപേരിലെ ആരെങ്കിലും ഒരാള് നേതൃത്വ നിരയിലില്ലെങ്കിൽ ഈ ബാക്കി അഭിപ്രായങ്ങൾ പറയുന്നവരെല്ലാം ഒരു സംഘടനാ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ ഉള്ള ഇപ്പം 502 അംഗങ്ങളുണ്ട്. ഈ 502 അംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശേഷിയുള്ള ഒരാളാണ് ഇതിൻ്റെ തലപ്പത്ത് വരേണ്ടത്. അപ്പം അതിന് ശേഷി ഉള്ളത് കൊണ്ടാണ് എതിരില്ലാതെ ലാലേട്ടൻ ജയിച്ചത്. അപ്പം ലാലേട്ടനൊരു മത്സരമില്ല, മമ്മൂക്കയ്ക്കൊരു മത്സരമില്ല, ഇന്നസെന്റ് ഏട്ടനൊരു മത്സരമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ലാലേട്ടന് മാനസികമായിട്ട് ഒരു കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം 10, 45, 50 വർഷം ലൈവായി നിൽക്കണമെങ്കിൽ ഒരു ദൈവ സാന്നിധ്യമുള്ള ഒരാളിന് മാത്രമേ ലൈവായി നിൽക്കാവൂ. മനുഷ്യത്വമുള്ള ഒരാളാണ് ലാലേട്ടൻ. അപ്പം ലാലേട്ടന് മാനസികമായി ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കും സ്ഥാനം ഒഴിയുന്നത്. പക്ഷെ സ്ഥാനം ഒഴിയുന്ന സമയത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉത്തരവാദിത്തമുള്ള ഒരാളിന് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ചുമതലപ്പെടുത്തിയിട്ട് വേണം, അല്ലെങ്കിൽ കമ്മിറ്റി അനൗൺസ് ചെയ്യണം. ഇത്ര പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിനെ. ഇപ്പൊ ഹക്കോ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണോ ഇവർ റിസൈൻ ചെയ്തത് ആ സമയത്ത് തന്നെ അവർ അനൗൺസ് ചെയ്യണമായിരുന്നു. ആ അനൗൺസ് ചെയ്യാത്തതിന്റെ ഭാഗത്ത് നമുക്കൊരു വിഷമമുണ്ട്. ആ വിഷമമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പിന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തന്നെ നേതൃത്വ നിരയിൽ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ബാക്കി ഈ യുവതലമുറ വരണം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഈ സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 10,000-ന് താഴെ വരുമാനമുള്ളവരും 10 കോടിക്ക് മുകളിൽ വരുമാനമുള്ളവരും ഒരു സിനിമ എന്നുള്ളവരുണ്ട്. അപ്പം അവർക്ക് ദൈനംദിന കാര്യങ്ങൾ, അവരെ കറണ്ട് ബില്ല്, അവരെ വാട്ടർ ബില്ല്, അവരെ കുട്ടികളുടെ ഫീസ് കാര്യങ്ങൾ, ഇതൊന്നുമില്ലാതെ വീടുകളിലിരിക്കുന്ന ഒട്ടേറെ ആർട്ടിസ്റ്റുകളുള്ള സംഘടനയാണ്. അപ്പം അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ്, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ട ചുമതല ഈ സംഘടനയ്ക്കാണ്. അപ്പം ഇതിൻ്റെ അകത്തുനിന്നുള്ള ഒരു പ്രശ്നം, ഒരു കലാകാരനെ സംബന്ധിച്ച് അവർക്കൊരു ക്രൈസിസ് വരുമ്പോൾ അവരൊപ്പം നിൽക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഒരു പൊളിറ്റിക്കലായി ഒരു പ്രശ്നം വരുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ക്രൈസിസ് വന്നാൽ അയാളെ കൂടെ ഒരു സംഘം ആളുകൾ കാണും, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കാണും. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ച് വർഷങ്ങളായി നമുക്കറിയാവുന്നതാണ്, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരെ ഫോൺ ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്, പേടിയാണ്. പിന്നെ നമ്മളെ പേരും കൂടെ വരുമെന്നുള്ളൊരു ടെൻഷനുണ്ട്. പിന്നെ ഇവർക്കെല്ലാം സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വലിയ ലൈറ്റ് വയ്ക്കുന്നവരാണ്. അപ്പോൾ ഇവരെക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അത് മാനസികമായി ചേർത്ത് നിൽക്കാനുള്ള ശേഷി പലർക്കും കുറവാണ്. ഉള്ളവരും ഉണ്ടായിരിക്കാം, ഈ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. എന്തായാലും അമ്മ വളരെ ശക്തമായി തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹമുള്ള ഒരാളാണ്. 22 വർഷമായി അമ്മയുടെ അംഗമാണ്. ഇത് വളരെ ആത്മാർത്ഥമായി മുന്നോട്ട് പോകണം. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ മമ്മൂട്ടിക്കും മോഹൻലാലും അല്ലാതെ യുവ താരങ്ങൾക്കൊന്നും ഈ അമ്മയെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഇത് വലിയ പ്രതിസന്ധി ഘട്ടവും കൂടെ. അല്ല, നമ്മൾ ഈ ഒരു സംഘടനാ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ്റെ ഇടത് കൈയും വലത് കൈയും എന്ന് പറഞ്ഞാൽ മമ്മൂക്കയും ലാലേട്ടനും. ഇന്നസെന്റ് ഏട്ടൻ്റെ ഓരോ വിരലുകളായിരുന്നു ബാക്കിയുള്ളവരെല്ലാം. ഇന്നസെന്റ് ഏട്ടൻ പറയുന്നത് അതേപോലെ കേൾക്കുന്ന ഒരു എതിർ അഭിപ്രായമില്ലാത്ത ഒരു വലിയ സംഘമാണ് ഈ സംഘടനയുടെ നേതൃത്വ നിരയിലുള്ളത്. ഇപ്പം ഇവരല്ലാതെ ഒരാൾ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം അതൊരു പരീക്ഷണം പോലെയായിരുന്നു. ഇവർ പോകുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങൾ ഇപ്പം സിനിമാ താരങ്ങളുടെ മൊത്തത്തിൽ സംശയമില്ല, അതൊരു എല്ലാവരും ഇങ്ങനെയാണ്, നമുക്ക് റിപ്പോർട്ടൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇവരൊന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ അത്രയധികം ആരാധിക്കപ്പെടുന്ന ആളുകളാണ്, മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന ആളുകളാണ്. അവരൊന്ന് വിശദീകരിച്ച് പോയി കുറച്ചുകൂടി കാര്യങ്ങൾ തെളിയില്ലായിരുന്നു. അപ്പൊ എല്ലാവരും ഈ ആരോപണം കേൾക്കുന്നതായിരുന്നു. അല്ല, അത് എനിക്കതിനൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ മാനസികാവസ്ഥ, അവരൊക്കെ ഒരു കൊച്ചു കാര്യങ്ങളിൽ പോലും ആളുകളുടെ ഇടയിൽ പ്രതികരിക്കുമ്പോൾ ആർക്കും ഒരു വിഷമം വരാത്ത രീതിയിൽ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ലാലേട്ടൻ ഒരു പ്രതികരണം ആവശ്യമായിരുന്നു. അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതുകൊണ്ട് ഞാനൊരിക്കലും അതിലൊരു അഭിപ്രായം പറയില്ല.
അത് ലാലേട്ടനെ തന്നെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ഭംഗിയായി ഈ പറയുന്ന കാര്യങ്ങൾ ആൾക്കാരുടെ ഇടയിൽ പ്രസന്റ് ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ലാലേട്ടൻ അങ്ങനെ വിളിച്ചു പോകുന്ന ആളല്ല. മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ നമ്മുടെ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ കേസിൽ പ്രതികരിക്കപ്പെട്ടു മുകേഷ്, സിദ്ദീഖ്, ഈ ചെറിയ ആളുകളല്ല, മലയാളത്തിന് അത്രയധികം പതിറ്റാണ്ടുകൾ കൊണ്ടുവരുന്ന ആളുകളാണ്. അവരൊക്കെ ഇങ്ങനത്തെ കേസിൽ പ്രതിയാകുന്നത് എന്താണ്? അതിനെ എങ്ങനെയാണ് സിനിമാ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്? ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനും സംഘടനാ സംവിധാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒരാളിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണം തെളിയിക്കേണ്ടത് ആരോപണം ഉന്നയിച്ച ആളാണ്. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥരെയാണ് ഗവൺമെന്റ് വെച്ചിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന സ്ഥലങ്ങളിൽ ആ സമയത്ത് ഇവരവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. നമ്മളൊരാളിനെതിരായിട്ട് ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ചിലർ പറയൂ അയാൾ ശരിയല്ല എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അത്രയും പബ്ലിസിറ്റി അതിന് കിട്ടില്ല. അതുകൊണ്ട് ഒരാളൊരു ആരോപണം ഉന്നയിച്ചാൽ രാജി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിദ്ദീഖേട്ടൻ്റെ അടുത്ത നിലപാട് വളരെ നല്ല നിലപാടാണ്. അത് ബാക്കിയുള്ളവരും തുടരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മുകേഷ് ഉൾപ്പെടെ മാറി നിൽക്കുമെന്നാണ്. മുകേഷ് ഏട്ടൻ ഒരു പൊളിറ്റിക്കൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്. മുകേഷ് ഏട്ടൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അവരെ പാർട്ടിയാണ്. അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞാലേ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പുള്ളി സ്വന്തമായിട്ട് എനിക്ക് രാജിവെക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്നത് നടക്കില്ല. അങ്ങനെ കുറേ വർഷങ്ങളാണ് സിനിമ അഭിനയിക്കുന്നതാണ്. 2003 ആ സമയത്തൊക്കെ തുടങ്ങിയാണ് ഇങ്ങനെയുള്ള സിനിമാ ശൈലിയുടെ പരാതികൾക്ക് അടിസ്ഥാനമുള്ളതാണ്. കാരണം നമ്മളൊക്കെ ഇത് കാണുമ്പോൾ സിനിമ വർഷങ്ങളായിട്ട് കാണുകയും അതിൽ ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളെപ്പോലുള്ള താരങ്ങൾ ആരാധകരെ കാണുന്ന ആളുകളാണ് പലരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ സിനിമ മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥലമാണ്. സ്ത്രീകൾക്ക് കടന്നു വരാൻ കഴിയാത്ത മേഖലയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, രഞ്ജിത്തിന്റെ വാർത്തയൊക്കെ വരുമ്പോൾ ചില പുരുഷന്മാർ പോലും കടന്നു പറ്റുന്ന മേഖലയായിട്ട് മാറുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടു. 250 സ്ത്രീകൾ അമ്മയിലുണ്ട്. ഞാൻ എത്രയോ വർഷമായി ജൾക്കൂടി പങ്കെടുക്കുന്നതാണ്. 10-75 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാൾ പോലും നമ്മുടെ അടുത്ത് ഒരു പരാതി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടെന്നോ നമ്മളാരും കേട്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ എല്ലാ മേഖലയിലും ഇതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ വ്യവസായ രംഗത്തായാലും സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും ഇതേപോലെ ഇഷ്ടംപോലെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആരോപണങ്ങൾക്ക് വിധേയരായവരെല്ലാം തിരിച്ച് വളരെ ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ. സിനിമയിലും അതുപോലെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് അത്ര പെട്ടെന്ന് കരകയറാൻ നമുക്ക് കാരണം ചെറിയ പ്രതിസന്ധി അല്ല ഉണ്ടായിരുന്നത്. അല്ല, ഒരു സംഘമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഘടന നിലനിന്നേ പറ്റൂ. കാരണം ഇതിൻ്റെ അകത്ത് പെൻഷൻ കിട്ടുന്ന ആൾക്കാരുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ഒരു വർഷം ഇതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും ഈ പറയുന്ന പെൻഷൻ സംവിധാനങ്ങളെല്ലാം നീണ്ടു പോകണം. അതല്ല, ഇതിൻ്റെ അകത്ത് യാതൊരു നിവൃത്തിയും ഇല്ലാത്ത പാവങ്ങളുണ്ട്. അവർക്ക് ഈ സംഘടന ലാലേട്ടനെ സംബന്ധിച്ചും മമ്മൂട്ടിയെ സംബന്ധിച്ചൊന്നും അവർക്ക് ഒരു നിമിഷം പോലും ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ വളരെ ലൈവായി പോയിക്കുന്നു. അതിനൊക്കെ തന്നെ ഇപ്പോൾ യുവതലമുറയിൽ തന്നെ അവരെല്ലാം ഇഷ്ടംപോലെ വർക്കും കാര്യങ്ങളുമായി അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പം മലയാള സിനിമയിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. പണ്ടൊരു സിനിമയിൽ ഒരു ഗ്രഹനാഥൻ കാണും, അവിടെ ഒരു അമ്മ കാണും, അമ്മുമ്മ കാണും, വാച്ചർ കാണും, ഗാർഡനർ കാണും, ഡ്രൈവർ കാണും. അവിടെ ഒരു വീട്ടിൻ്റെ അകത്ത് തന്നെ ഒരു 15ഓളം ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പം ആ ടൈപ്പ് സിനിമകളല്ല. അപ്പം അവരെല്ലാം വീട്ടിൽ ഇരിക്കുകയാണ്. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്ന് തിരിച്ചു പോകും എന്ന് ചോദിക്കുന്ന പോലെയാണ് സിനിമാക്കാരൻ്റെ അടുത്ത് പടമില്ലേ എന്ന് നിരന്തരം ചോദിക്കും. അവർ പടമില്ലേ എന്നൊരു 5-6 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് വെളിയിറങ്ങില്ല. ഞാൻ ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാവരുടെ അടുത്തും പറഞ്ഞൊരു കാര്യം, അമ്മയ്ക്കൊരു വീട് വേണം. കാരണം ഒരു നിവൃത്തിയും ഇല്ലാതെ നിൽക്കുക. ഇപ്പം TP മാധവൻ ഇതിൻ്റെ ഭാരവാഹിയാണ്. പുള്ളി ഗാന്ധി ഭവനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു വീട്, ആദ്യത്തെ. അപ്പം അയാൾ ഗാന്ധി ഭവനിൽ താമസിക്കേണ്ട കാര്യമല്ല. അമ്മയ്ക്കൊരു വീടെന്ന് പറഞ്ഞാൽ അവർ ഈ ഭാരവാഹികൾ വിചാരിച്ച നിഷ്പ്രയാസം നടക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ പുതിയ ഭരണസമിതി വന്നത്. ഇനിയും ഇത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിലുള്ള ആളുകൾ തൊഴിലാളി സംഘടനയെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മകനാണ്. അന്ന് ആ രാഷ്ട്രീയ അന്യ സംഘടനയ്ക്ക് സജീവമായ ആളുകൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ തൊഴിൽ രംഗത്ത് ഇത്തരം സുരക്ഷിതം ഇല്ലെങ്കിൽ സ്വാഭാവിക പരാതികളെ തന്നെ കണ്ടാൽ പറയാം, ആരോപണമായി തന്നെ കാണുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും. കാരണം സ്ത്രീ എന്നല്ല പുരുഷനല്ല ആർക്കും ഏത് മേഖലയിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങി സിനിമയെ കയറി എന്നാണ്. അപ്പം സിനിമയിൽ ഒരു പടി കയറുന്നതിന് വേണ്ടിയാണ് ഒരാൾ രാഷ്ട്രീയത്തിന് ആളുകൾ ഇറങ്ങിയെന്നാണ് പറയുന്നത്. അപ്പം ഏത് മേഖലയിലായാലും സ്ത്രീയൊക്കെ ഒരു പിന്നെ ഇതിന്
നേരത്തെ സർക്കാർ സംവിധാനവും എല്ലാം ഇത് ചെയ്യാമായിരുന്നു. ഒരു കുട്ടിക്ക് ഒരു പരാതി ഒരു വാട്സപ്പ് വഴി ഒരു മെസ്സേജിലൂടെ ആ കുട്ടിയുടെ പേര് പോലും പറയാതെ ഇന്ന ആളിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്നൊരു മെസ്സേജ് അയച്ചാൽ അതിനെ കൃത്യമായി ഒരു അന്വേഷണവും ആ സമയത്ത് പ്രതികരിക്കാനുള്ള ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ വരില്ല. കാരണം ഒരു കുട്ടിക്ക് എടുത്തും മോശമായിട്ട് ആരും പെരുമാറില്ല. ആ സംവിധാനം നിലവിലില്ല എന്നുള്ളതാണ്. ആ സംവിധാനം ഇതുവരെ ഇല്ല. ഇനി ഇത് ഉണ്ടാവട്ടെ. ഇപ്പോഴത്തെ അന്വേഷണത്തിലൊക്കെ അങ്ങനെ വിശ്വാസമുണ്ട്. കാരണം എല്ലാം കലങ്ങി തുറന്ന് വരുമെന്നാണ് ഉറപ്പായിട്ടും ഈ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം ഉറപ്പായിട്ടും കാരണം അതിൻ്റെ അകത്ത് വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. അപ്പോൾ അവർ വളരെ സത്യസന്ധമായി തന്നെ ഇത് അന്വേഷിക്കുക. അതിൻ്റെ നിയമ നടപടികളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സ്വീകരിക്കും. താങ്ക് യു. ഏതായാലും ബിജു പപ്പൻ പ്രമുഖ സിനിമാ താരം, അമ്മയുടെ സജീവാംഗം, അദ്ദേഹമാണ് ഈ ആശങ്കകൾ. നിരവധി പേർക്ക് ആശങ്കയുണ്ട്. ഇങ്ങനെയാണോ അമ്മയുടെ ഭാരവാഹികൾ ഒറ്റയടി കറങ്ങിപ്പോകേണ്ട ഉണ്ടായിരുന്നു തർക്കങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ അദ്ദേഹം നിലപാട് വിശദീകരിച്ചത്. തൊഴിലിടങ്ങളിൽ സുരക്ഷിതമായിരിക്കണം സ്ത്രീകൾ എന്ന നിലപാട് കൂടി അദ്ദേഹം ഇവിടെ പറയുകയാണ്.